മാഡത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ? മാഡം ഉള്ളതുകൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന രണ്ടുപേരല്ല ഞങ്ങള്, സൂര്യ പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക നീലിമയെ നോക്കി. ഞാൻ ദേഷ്യപ്പെടുത്താൻ ചോദിച്ചതല്ല. ഇങ്ങനെ ഉറങ്ങാതെ ജോലി ചെയ്താൽ മാഡത്തിന്റെ ഹെൽത്തിനെ അത് വല്ലാതെ ബാധിക്കും. അതാ ഞാൻ അങ്ങനെ. പ്രിയങ്ക വാക്കുകൾ കിട്ടാതെ പതറി. നീലിമ പറഞ്ഞത് കേട്ട് അവൾക്ക് ശരിക്കും സങ്കടം വന്നിരുന്നു. നീലിമയെ സ്വന്തം ചേച്ചിയെ പോലെയാണ് പ്രിയങ്ക കണ്ടിരുന്നത്. സോറി പ്രിയങ്ക, ഞാൻ വേറെന്താ ആലോചിച്ചാണ് പറഞ്ഞത്. താൻ ക്ഷമിച്ചേക്ക്, നീലിമ പറഞ്ഞു. അയ്യോ മാഡം, സോറി ഒന്നും പറയണ്ട, അതൊന്നും കുഴപ്പമില്ല, പ്രിയങ്ക പറഞ്ഞു. അല്ല, എന്തായി? ഇന്ന് സൂര്യക്ക് പ്രസ് കോൺഫറൻസ് ഉള്ളതല്ലേ, എന്തായി അതിന്റെ കാര്യങ്ങള്? നീലിമ ചോദിച്ചത് കേട്ട് സൂര്യയും പ്രിയങ്കയും പരസ്പരം നോക്കി. അവരുടെ ആ നോട്ടം നീലിമ ശ്രദ്ധിച്ചിരുന്നു. എന്താ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീലിമ ആശങ്കയോടെ ചോദിച്ചു. അത് മാഡം, നമുക്ക് പോവാനുള്ള വണ്ടി കമ്പനി തന്നിരുന്നില്ല. എന്താ കാര്യമെന്നറിയില്ല. MD കിരൺ സാറ് പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്, പ്രിയങ്ക പറഞ്ഞു. അപ്പോൾ നീലിമയ്ക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി. താനെന്ന ഫുഡ് കഴിക്കാതെ കിരണിന്റെ അടുത്തു നിന്നും മുങ്ങിയതിന്റെ നാണക്കേട് തീർക്കാൻ കിരൺ സൂര്യയുടെ കരിയറിൽ തൊട്ട് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. സമ്മതിച്ചാൽ അവനിനി സൂര്യയെ വെച്ചാവും തന്നോട് വിലപേശാൻ പോകുന്നത്. നീലിമ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. അല്ല, സാമലക്സ് വന്നിട്ടില്ലെന്ന് നീലിമ ചോദിച്ചു. വന്നിരുന്നു, അയാള് വന്നുടനെ പോയി, സൂര്യ പറഞ്ഞു. നമ്മള് വണ്ടിയെടുക്കുന്ന കാര്യമൊക്കെ കിരണിനെ അവനാവും അറിയിക്കുന്നത്. അത് ഞാൻ ശരിയാക്കി കൊടുത്തോളാം. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്ക്, നമുക്ക് എന്റെ വണ്ടിയിൽ പോവാം, കുഴപ്പമില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക വീണ്ടും നിന്ന് പരിങ്ങി. മാഡം, ഇനി എന്താണ്? നീലിമ ചോദിച്ചു. അത് മാഡം, പ്രിയങ്ക വാക്കുകളില്ലാതെ നിന്നു. എന്താണെങ്കിലും പറഞ്ഞോ, എന്താ കാര്യം? നീലിമ ചോദിച്ചു. അത് നമ്മുടെ എല്ലാ സാധനങ്ങളും ആ വണ്ടിയിലായിരുന്നു. സൂര്യ സാറിന് ഇടാനുള്ള ഡ്രസ്സ് വരെ അതിലാണ്. അത് തിരികെ കിട്ടാതെ നമുക്ക് പോവാൻ സാധിക്കില്ലെന്നാ തോന്നുന്നു. പ്രിയങ്ക പറഞ്ഞത് കേട്ട് നീലിമ എഴുന്നേറ്റു. ഛേ, ഇത്ര കെയർലെസ് ആയിട്ടാണോ പ്രിയങ്ക താൻ ഓരോന്ന് ചെയ്യുന്നേ? ആ വണ്ടി ക്യാൻസൽ ആയെന്നറിഞ്ഞ നിമിഷം തന്നെ നമ്മുടെ സാധനങ്ങള് താൻ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു, നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു. മാഡം, അവര് വണ്ടി എടുത്തോണ്ട് പോയ ശേഷമാണ് കിരൺ സാറിന്റെ ഓർഡർ നമ്മൾ അറിഞ്ഞത് തന്നെ. പിന്നെ എങ്ങനെ അതിലുള്ള ഐറ്റംസ് മാറ്റും? ഒന്നിനും സമയം തന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പ്രോഗ്രാം മുടക്കാൻ ആ സാമലക്സ് തന്ന പണിയാവും ഇതെന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പ്രിയങ്ക പറഞ്ഞു. അത് ശരിയാണെന്ന് സൂര്യയ്ക്കും തോന്നി. നീലിമ മറുപടി പറയാൻ കഴിയാതെ തരിച്ചു നിന്നു. ഇന്ന് സൂര്യയുടെ പ്രോഗ്രാം മുടങ്ങുമോ എന്നായിരുന്നു അവളുടെ ആശങ്ക. അങ്ങനെ മുടങ്ങിയാൽ കിരണും സാമലക്സും ജയിച്ചു എന്നാണ് അർത്ഥം. അത് സമ്മതിച്ചു കൊടുക്കില്ലെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചു. സൂര്യയ്ക്ക് വേണ്ടി അനുവദിച്ച കാറ് തിരികെ കിട്ടാൻ എന്താണൊരു വഴിയെന്ന് നീലിമ തല പുകഞ്ഞ് ആലോചിച്ചു നോക്കി. സാമലക്സും കിരണും കൂടി എന്തെങ്കിലും ചെയ്തിട്ടാണ് വണ്ടി തിരികെ കൊണ്ടുപോയതെങ്കിൽ ഉറപ്പായും ഉടനെ ഒന്നും അത് കിട്ടാൻ പോകുന്നില്ല. എന്തായാലും അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന് നീലിമ തീരുമാനിച്ചു. ഒരുപാട് നേരം ആലോചിച്ച ശേഷം നീലിമ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. ഒപ്പം പ്രിയങ്കയും സൂര്യയും ചെന്നു. ഇതിനിടയിൽ സാമലക്സ് തിരികെ വന്നിരുന്നു. അവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് കാരണം നീലിമ അവനെ കണ്ടതായി ഭാവിച്ചില്ല. പ്രിയങ്ക, ഉടനൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. വണ്ടിയിൽ മിസ്സായ സാധനങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം വേണം ആ ലിസ്റ്റില്. പിന്നെ നമുക്കിപ്പോ അത്യാവശ്യം വേണ്ടതെല്ലാം മാർക്ക് ചെയ്യണം ആ ലിസ്റ്റിൽ. 10 മിനിറ്റിൽ എനിക്ക് ലിസ്റ്റ് കിട്ടണം, നീലിമ പറഞ്ഞു. അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പ്രിയങ്കയും സൂര്യയും മനസ്സിലാക്കി. നീലിമ എന്തായാലും വെറുതെ ഒരു കാര്യവും പറയില്ലെന്ന് അവർക്കറിയാം. ശരി മാഡം, ഞാൻ ഉടനെ വരാം. പ്രിയങ്ക ഉടനെ അവളുടെ ക്യാബിനിലേക്ക് മടങ്ങി. സൂര്യ നീലിമയുടെ ഒപ്പം തന്നെ നിന്നു. സൂര്യ, നീ പോയി ബാക്കി കാര്യങ്ങൾ നോക്ക്. മിസ്സായ സാധനങ്ങളൊക്കെ ഞാൻ ഉടനെ എത്തിക്കാം. അപ്പോഴേക്ക് ബാക്കിയെല്ലാം സെറ്റാവട്ടെ, നീലിമ പറഞ്ഞു. സൂര്യ തലയാട്ടിയ ശേഷം അവിടെ നിന്നും ഇറങ്ങി. നീലിമ നേരെ സാമലക്സിന്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ അവിടെ ഉണ്ടെങ്കിൽ അവനോട് എന്തായാലും വഴക്കിടാൻ തന്നെ ഉദ്ദേശിച്ചാണ് നീലിമ അവിടേക്ക് ചെന്നത്. സൂര്യയുടെ കരിയറിൽ അയാൾ വീണ്ടും വീണ്ടും പാറ വെക്കാൻ നോക്കുന്നത് നീലിമയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തോടെ ഇയാളുടെ അഹങ്കാരം ഞാൻ തീർക്കും. വേണ്ടെന്ന് വെക്കുമ്പോ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞുകൊണ്ടിരുന്ന അവന്റെ മോന്തയുടെ ഷേപ്പ് മാറുമെന്ന് ഇന്ന് അറിയിച്ചു കൊടുക്കണം. എന്റെ ജോലി ഇന്ന് പോയാലും കുഴപ്പമില്ല, നീലിമ മനസ്സിൽ പറഞ്ഞു.
അവൾ ക്യാബിൻ ഡോറ് ദേഷ്യത്തോടെ ചെന്ന് തുറന്നു. പക്ഷേ സാമലക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ഛേ, ഈ കാലൻ ഈ ക്യാബിനിലില്ലേ? എവിടെ പോയതാവും? നീലിമ സ്വയം ചോദിച്ചു. അപ്പോൾ സാമലക്സ് വീണ്ടും ഓഫീസിൽ നിന്നിറങ്ങി പോകുന്നത് അവൾ കണ്ടു. അയാൾ വീണ്ടും വന്നത് സൂര്യയുടെ പ്രസ് മീറ്റ് മുടങ്ങിക്കാണുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ ദേഷ്യത്തോടെ സാമലക്സ് പോകുന്നത് നോക്കി. അപ്പോഴേക്ക് പ്രിയങ്ക ലിസ്റ്റുമായി വന്നു. മാഡം, ഇതാ, പ്രിയങ്ക പറഞ്ഞു. ഹാ, ഓക്കെ. നീലിമ മറ്റൊന്നും പറയാൻ നിൽക്കാതെ ലിസ്റ്റുമായി അവിടെ നിന്നും ഇറങ്ങി. അല്പനേരത്തിനു ശേഷമാണ് നീലിമ തിരികെ എത്തിയത്. പ്രിയങ്ക അപ്പോൾ സൂര്യയുടെ അടുത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. നീലിമ തന്റെ കയ്യിലെ കവറുകൾ സൂര്യയ്ക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞു. ഇതില് നിനക്ക് വേണ്ട എല്ലാം ഉണ്ട്. പോയി റെഡിയായിട്ട് വേഗം വാ. അടുത്ത മുടക്കം വരും മുന്നേ ഇറങ്ങണം നമുക്ക്. നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ അവളെ ആശ്ചര്യത്തോടെ നോക്കി. തനിക്ക് വേണ്ടി നീലിമ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് അത്രയും സാധനങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചത് എന്നവന് മനസ്സിലായി. എങ്ങനെ അവളോട് ഇതിനെല്ലാം നന്ദി പറയുമെന്ന് ഓർത്തു നിന്ന സൂര്യയെ നോക്കി നീലിമ വീണ്ടും പറഞ്ഞു. സൂര്യ, നമുക്ക് സമയമില്ല, വേഗം വേണം. ആ സാമലക്സ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അയാളുടെ ഉദ്ദേശം നിന്റെ പ്രസ് മീറ്റിംഗ് മുടക്കലാണ്. വേഗം വാ. നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ ഡ്രസ്സുമായി അവന്റെ മുറിയിലേക്ക് പോയി. നീലിമ പ്രിയങ്കയുമൊത്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സൂര്യ വേഷം മാറി റെഡിയായി വന്നു. അവനെ കണ്ടപാടെ നീലിമ കാറിന്റെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങി. സമയം വൈകിക്കാതെ പുറപ്പെടണമെന്ന് നീലിമ ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിലേക്ക് കിരൺ വന്നു. അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നുവെങ്കിലും അയാൾ അത് മറച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ നീലിമ, ഗുഡ് മോർണിംഗ്. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി. ഓ, കോഴി വന്നല്ലോ. ഇനിയിപ്പോ ഇയാൾക്കെന്ത് കോപ്പാണോ എന്തോ വേണ്ടത്, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ കിരൺ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അല്ല, നീലിമ എങ്ങോട്ടെങ്കിലും പോവാനുള്ള ഒരുക്കത്തിലാണോ? എങ്ങോട്ടാ? കിരൺ ചോദിച്ചത് കേട്ട് നീലിമ അവന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എന്തൊരു അഭിനയമാണ് ഈ കിരൺ. ഇവന്റെ വിചാരം ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ്. സൂര്യയുടെ പ്രസ് മീറ്റ് മുടക്കാൻ വേണ്ടി വണ്ടി ക്യാൻസലാക്കിയ കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഞാനവിടെ നിൽക്കുന്നത്? നീലിമയുടെ ദേഷ്യം നിറഞ്ഞ മുഖഭാവം കണ്ടിട്ടും കിരൺ ചോദിച്ചു. എന്താ നീലിമ ഒന്നും പറയാത്തത്? എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചോ കേട്ടില്ലേ? നീലിമ തിരിഞ്ഞ് ഒന്നുകൂടി അവനെ നോക്കി. ഇന്ന് സൂര്യയ്ക്കൊരു പ്രസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കൃത്യമായ ഓഫീസിൽ വരാത്തതുകൊണ്ടാണ് താങ്കൾ ഇതൊന്നും അറിയാത്തത്. നീലിമ കുറുക്കി കൊള്ളുന്നത് പോലെ അത് പറഞ്ഞപ്പോൾ പ്രിയങ്കയും സൂര്യയും ഊറിച്ചിരിക്കുന്നത് കിരൺ കണ്ടു. അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ വേണ്ടി എന്ത് തറ വേഷവും കെട്ടാൻ തയ്യാറാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച കിരൺ അവർക്ക് മുന്നിൽ താനൊരു കോമാളിയാവുന്നത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കൃത്യമായ ഓഫീസിൽ വന്നില്ലെങ്കിൽ എന്താ, നീലിമ വരുന്നുണ്ടല്ലോ. നീലിമ വന്നതിൽ പിന്നെ കമ്പനിക്ക് വെച്ചടി കയറ്റുവാണെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. അല്ല, അത് പോട്ടെ, ഞാൻ വരുന്നോ ഇല്ലയോന്നൊക്കെ നീലിമ നോക്കുന്നുണ്ട്. അപ്പോ നീലിമയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതങ്ങ് തുറന്ന് സമ്മതിച്ചാ പോരെ? ഞാനെന്നെ നീലിമയ്ക്ക് വേണ്ടി ദിവസം ഓഫീസിൽ വന്നോളാം, പോരെ? കിരൺ പറഞ്ഞത് കേട്ട് സൂര്യ പ്രിയങ്കയെ നോക്കി. ഇയാളെന്തിങ്ങനെ സംസാരിക്കുന്നത്? സൂര്യ ശബ്ദം താഴ്ത്തി ചോദിച്ചു. പ്രിയങ്ക ഒന്നും മിണ്ടിയില്ല. ഓഫീസിൽ വെച്ച് കിരണിനോട് ഒരുപാട് മോശമായി സംസാരിക്കാൻ നിന്നാൽ ഉറപ്പായും സൂര്യയുടെ പ്രസ് മീറ്റ് മുടങ്ങുമെന്നും അതായിരിക്കും ഇങ്ങനെ കിരൺ ചൊറിയുന്നതിന്റെ ലക്ഷ്യമെന്നും അവൾ ഊഹിച്ചു. പക്ഷേ കിരണിന് സൂര്യയുടെ മീറ്റിംഗ് മുടക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവന് നീലിമയോട് എങ്ങനെയെങ്കിലും അടുക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.